ഞാൻ കുറച്ച് കാലമായിട്ട്, കുറച്ച് കാലമല്ല, ഞാൻ അവസാനം എപ്പോഴായിരുന്നു, അന്ന് ഇടുക്കിയിൽ പോയിട്ട് വന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്, ഈ എപ്പോഴേലും ഹൈവേ കൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഈ ഹൈവേ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ ഈ സാധാ മറ്റേ 2 ലൈനായിട്ടുള്ളതല്ല, അല്ലാണ്ട് ഒരു 4 ലൈനായിട്ട് കൂട്ടിക്കുക, വീതി കൂടിയ എന്നാൽ അതേപോലെ ബാധിച്ചില്ലാത്ത ഹൈവേ കൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും മിക്ക സമയത്തും ഈ സൈഡ് ചേർന്നായിരിക്കില്ല പോകുന്നത്, ഇടതുവശം ചേർന്നായിരിക്കില്ല. അപ്പോൾ ഹെവി വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടാകും. അപ്പോൾ നോക്കുമ്പോൾ മിക്കവാറും ലെഫ്റ്റ് സൈഡിൽ ഒരു പീസ് റോഡ് കഴിഞ്ഞിട്ട് ഒരു വെള്ളവരയുടെ ഇപ്പുറത്തൊരു കഷ്ണം എപ്പോഴും ഉണ്ടാകും. ശ്രദ്ധിച്ചിട്ടില്ലേ? വണ്ടികൾ നിർത്തിയിടാൻ അതിനൊക്കെ ഉണ്ട്. അതിൽ കൂടെ ഒക്കെ ഒരു ഓവർടേക്ക് ചെയ്യാന്ന്. അതായത് ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ആവശ്യത്തിലേറെ സ്പേസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു റോഡിൻ്റെ തന്നെ സ്പേസ് അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് സ്പേസ് ഇല്ലാത്ത സമയത്ത് ഓവർടേക്ക് ചെയ്യുന്ന കാര്യമല്ല. അതായത് ഞാൻ കണ്ട സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചില വണ്ടികൾ നടുവിലൂടെ ആയിരിക്കും പോകുന്നത്. അവിടെ കൃത്യമായിട്ട് നടുവിൽ 2ആയിട്ട് റോഡിനെ വായിക്കുന്ന മീഡിയൻ ഉണ്ടാവില്ല. പക്ഷേ വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ട് താനും. അപ്പം നമ്മൾ ആ സാഹചര്യത്തിൽ ഒരു വലിയ വണ്ടിയെ അല്ലെങ്കിൽ ചെറിയൊരു കാറാണെങ്കിലും ഓവർടേക്ക് ചെയ്യുന്നത് ശരിയാണ്? അതൊരിക്കലും ശരിയല്ലല്ലോ. കാരണം ആ ഒരു ഭാഗത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള അതിന് അവിടെ അങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത് തന്നെ വേറൊരു കാരണത്തിലാണ്. അത് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സംഭവമല്ല. അവിടെ എന്താണ്, വണ്ടികൾ ഇപ്പോൾ എന്താ പറയുക, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഹൈവേയിൽ നിർത്താൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അവിടെ ഇതാക്കിയിരിക്കുന്നത്. അതെ. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതാണ്, ഇപ്പം നമ്മളൊരു വണ്ടിയെ വലിയ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവരുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ അല്ലാത്ത രീതിയിൽ ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ വേറെ ഒന്നും ഒരു ഇത് ചെയ്യുന്നില്ല. ആ വണ്ടി ഒരു അതേ സ്പീഡിൽ പോകുന്നു. ആ വണ്ടിക്ക് കാണാൻ പാകത്തിനാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ കയറി വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതായിരിക്കുക. ഒരു തരത്തിൽ നോക്കിയാൽ ചെയ്യുന്നത് കൊണ്ട് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ വണ്ടിക്ക് എന്നെ വ്യക്തമായിട്ട് കാണാം, അത്ര സ്പേസിലാണ് നമ്മൾ കയറിങ് പോരുന്നത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇപ്പുറത്തീ വരെയുള്ള സ്ഥിതിക്ക് നമ്മളെപ്പോഴും വലതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു വശത്ത്. ഇത് ചെയ്യുന്നത് ശരിയാണോ? എന്നാൽ ഇത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് കാലം മുമ്പ് കണ്ട പൊന്നന വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ജർമ്മനിയിലാണോ USA എന്നറിയില്ല, വലിയ ഹൈവേ ഭയങ്കര ബ്ലോക്ക് ഉണ്ട്. പക്ഷെ ഒരു സൈഡിൽ ഒരു വഴി മാത്രം ഓപ്പൺ ആയിട്ടിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കാണ്, കാറെല്ലാം ബ്ലോക്ക് അവിടെ നിൽക്കുക. ആൾക്കാർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴി കൂടെ കയറി പോകാൻ പറ്റും. ആരും പോകുന്നില്ല. ഒരു വഴിയുണ്ട് ഫുൾ ഓപ്പൺ ആയിട്ട്, ഹൈവേ മൊത്തം ഒരു സൈഡിൽ ഇതേപോലെ പറഞ്ഞാൽ ഒരു വഴി ഫുള്ള് ഒരു വലിയ വണ്ടിക്ക് പോകാൻ വരുന്ന വഴി തുറന്നിട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ആൾക്കാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്, ഹൈവേയിൽ നിൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ അതിനെന്താ പറയാന്ന് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു. അത് മിക്കവാറും പേരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അത് നമ്മുടെ ഇന്ത്യയിൽ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. കാരണം അത് വേണമെന്ന് ഞാൻ പറയുന്നൊരു കാര്യം കൂടിയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസുകൾക്ക് അങ്ങനെ എമർജൻസി ആയിട്ടുള്ള ഇതിന് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ഹൈവേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ മറ്റാരും കയറരുത്, അതാണ് ഇവിടുത്തെ നിയമം. അത് ആ വണ്ടികൾ അതിനകത്ത് കയറാൻ പാടില്ല. അത് എമർജൻസി ആയിട്ട് ഇതിന് പോകാനുള്ളത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി പോകുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ന്യായീകരിക്കാം. പക്ഷെ ഇതല്ല. ഓരോ നിയമങ്ങൾ ഓരോ രീതിയിൽ ഒരു സംഭവം നമ്മൾ ഒരു സിസ്റ്റം ചെയ്തു വെക്കുന്നത്, അത് ഓരോന്നിനും എന്താ പറയാ, ഹാർഡ് ഷോൾഡർ എന്നാണ് പറയാ. അതായത് ആംബുലൻസ്. ഈ സംഭവം ഞാൻ ഇതേപോലെ എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റി ഞാൻ ഇതേപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. അതായത് വ്യക്തമായിട്ട് നോക്കിയിട്ട് കയറാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യല്. ഞാനിതിന് എൻ്റെ ചെയ്തികളെ ന്യായീകരിക്കല്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്നുള്ള ന്യായം അതാണ്. ചെയ്യാത്ത ആരുമില്ല. കാരണം അതിന്റെ കാരണം എന്താണ്? എൻ്റെ ഭാഗത്ത് എന്നെ കുറ്റബോധം തോന്നിക്കുന്ന കാര്യം ഇതാണ്. ഞാൻ ബാക്കിയെല്ലാം നിയമങ്ങൾ വലിച്ച് വ്യക്തമായിട്ട് വൃത്തിക്ക് ഓടിക്കുന്നു. ഈ ഒരു കാര്യം വരുമ്പോൾ ഞാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ എന്നെ ന്യായീകരിക്കുന്നത്. അതൊരു ന്യായമല്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ആലോചിക്കുക, അല്ല ഞാനെന്താ ഞാൻ പറഞ്ഞ മുഴുവിപ്പിച്ചിട്ട് വരാം. അപ്പോൾ
ഞാൻ ഇതിനെപ്പറ്റി ഇതിങ്ങനെ അതായത് ഞാൻ എപ്പോഴും അതാണ് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം എനിക്കത് ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. എന്നാൽ ഞാൻ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്, ഇത് ശരിയാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനപ്പോൾ ഇതിനിങ്ങനെ മനസ്സിലിട്ടതായിക്കൊണ്ട സമയത്താണ് നമ്മുടെ മോട്ടോറിങ്ങിൻ്റെ ഇതേപോലത്തെ ഒരു വീഡിയോയിലാണ് ഇവർ ഇതേപോലെ പറയുന്നത്. അതായത് ഓവർടേക്ക് ചെയ്യുന്ന ഏതിനെ പറ്റിയ റോഡ് സേഫ്റ്റി എന്തിനെ പറ്റിയിട്ടുണ്ട് ഒരു പോഡ്കാസ്റ്റിൽ അവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ഒരു ലൈൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവരാണ് മറ്റേ ഹാർഡ് ഷോൾഡർ എന്നുള്ള ഈ വാക്ക് അവരുടെ ഇതിനകത്താണ് ഞാൻ കേട്ടത് ആദ്യമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞു തന്നല്ലേ, എൻ്റെ മൈൻഡ് സ്ലിപ്പായിപ്പോയി. അടിപൊളി. ഒരു സെക്കൻഡ്. അയ്യോ, അപ്പോൾ ഈ ലൈൻ ഇങ്ങനത്തെ ഒരു റോട്ടിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അങ്ങനെ അവർ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതുവരെ വിചാരിച്ചത് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ ഇവിടുത്തെ ആ വരയുടെ ഇപ്പറയെന്ന് പറഞ്ഞ ഷേപ്പില്ലാത്ത ഭാഗങ്ങളൊക്കെ ചില സ്ഥലത്ത് വീതി കുറവായിരിക്കും, ചില സ്ഥലത്ത് വീതി കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പൊതുവെ ശീലിച്ചതും കണ്ടതും ആ രീതിയിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സ്ട്രക്ചറലായിട്ടുള്ളൊരു റോഡ് സിസ്റ്റം ഇല്ല. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ വീതി കൂട്ടി വന്നല്ലാണ്ട് നമുക്ക് ഒരു എന്താ പറയുക എൻജിനീയർഡ് ആയിട്ടുള്ള റോഡ് സിസ്റ്റം അല്ലല്ലോ നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഈ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ സേഫ്റ്റി നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ്. നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു മുൻധാരണ ഇല്ലാത്തതുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ ആവാം, ഇതിൽ കൂടെ കയറിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ഉള്ളില് നല്ല പൗരൻ അപ്പൊ എന്നെ ചോദിക്കുകയാണ് എന്നോട്, അങ്ങനെയല്ല ഇത് ചെയ്യാൻ പാടുവോ? അതല്ല, പൊന്നന് ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിട്ട് പൊന്നൻ ഇങ്ങനെ ചെയ്യുമ്പോ അത് മിസ്റ്റേക്ക് തന്നെയാണ്. അതായത് ഉള്ളില് ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഭാഗത്ത് തെറ്റാണ്, അതിലേക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതാണ് ഞാൻ അതിനെ ന്യായീകരിക്കുന്ന കാരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് അല്ല, അങ്ങനെയല്ല. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പൊന്നമാർ ശരിയാണ്, നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രോപ്പർ എഞ്ചിനീയർഡോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് അല്ല നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തില് ഇതായി വന്ന് നമ്മുടെ ഇവിടുത്തെ വഴികളെല്ലാം നടവഴികൾ വീതി കൂട്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇത് നമ്മുടെ ഇപ്പൊ ഏത് ഹൈവേ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതില് ഒരു പിന്നെയും അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ആ തീരദേശ ഹൈവേ. അതാണ് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് ചെയ്ത് വഴിക്ക് വേണ്ടി. അതിലും കുറെ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഈ ആംബുലൻസിന്റെ ഒക്കെ എമർജൻസി ആയിട്ടുള്ള ഒരു ലൈൻ ഒക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അതായത് എന്തെങ്കിലും ഒരു കഷ്ടത്തിന് ആക്സിഡന്റ് വന്നിട്ട് വണ്ടികളൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആംബുലൻസിന് ഓരോ ആംബുലൻസുകളാണ് ഈ തിരക്കിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ആൾക്കാർക്ക് വഴി മാറ്റി കൊടുക്കാൻ പറ്റാണ്ട് നമ്മുടെ ചുരത്തിലൊക്കെ വരുമ്പോ അവിടെയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പിന്നെ നമ്മുടെ ആൾക്കാർ തള്ളി മാറ്റി കൊടുക്കും പക്ഷെ എന്നാലും ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഈ ജംഗ്ഷനിലൊക്കെ വന്ന് കുടുങ്ങിയിട്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാണ്ട് അല്ല, അങ്ങനെയല്ല. വണ്ടി നമ്മുടെ ഇതിന്റെ അകത്ത് സത്യം പറഞ്ഞ ഹൈവേയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ആംബുലൻസുകൾ ഒരു പേസിൽ വരുന്നതായിരിക്കും. ആ പേസ് എന്തായാലും ഇതാവും. ഇങ്ങനെ ഒരു വഴി സ്പെസിഫിക് ആയിട്ട് എമർജൻസി വണ്ടികൾ പോകാനുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു കൃത്യമായിട്ട് നമ്മുടെ ഇവിടുത്തെ അതോറിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ആക്സിഡന്റ് നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഭയങ്കര ആക്സിഡന്റ് നടക്കുന്ന ഒരു രാജ്യമാണ്. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ ശ്രദ്ധക്കുറവും അറിയില്ലായ്മയും കാരണമാണ് ഒന്നാമത്തെ ആക്സിഡന്റ് നടക്കുന്നത്. രണ്ടാമത്തെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, കുറേ നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷനുകൾ കൃത്യമായിട്ട് റോഡിൽ വെക്കാണ്ട് അപകടം പറ്റിയിട്ടുണ്ട്. ചില സമയത്ത് ഷാർപ്പ് ടേൺ ഉണ്ടെന്ന് കാണിക്കാതെ അതിൻ്റെ സൈൻ ബോർഡ് വെക്കാണ്ട്, അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് ഇനി ഇതൊക്കെ വെച്ചാലും ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാർക്ക്, അതായത് നമുക്കെല്ലാവർക്കും ഇന്ത്യൻ പൊതുവെ നമുക്കിതിനുള്ളൊരു കൃത്യമായ അറിവ് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് നമുക്ക് കിട്ടുന്ന അറിവ് എന്ന് പറഞ്ഞാൽ മറ്റേ തുണ്ടുകടലാസ് കിട്ടുന്നതല്ലേ, നമ്മൾ ലേണിംഗ് ടെസ്റ്റ് അതാണല്ലോ ആദ്യം എടുക്കുന്നത്. ലേണിംഗ് ടെസ്റ്റിനകത്ത് നമുക്കിത് പഠിക്കാനുണ്ട്. പക്ഷെ എത്ര പേര് 99.9% പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ ഒന്ന് എക്സാം എഴുതാൻ വേണ്ടി കാണാപ്പാടം പഠിക്കും, പിന്നെ ഓർമ്മയിൽ പോലും ഉണ്ടാവൂല. നമ്മുടെ ലേണിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര 15 ക്വസ്റ്റ്യൻ എങ്ങാണ്ടല്ലേ, 15-ൽ 12 മാറിയോന്ന് എനിക്ക് അത് 20-ൽ 12 ആണ്, 20-ൽ 12 അങ്ങനെ എങ്ങാണ്ടാണ്.
അതായത് ഞാൻ പറയുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതികളൊക്കെ മാറി. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ഒരു ഇത് അറിയാം. നമ്മൾ അന്ന് ഇവിടെ പോയില്ലേ, എവിടെയാണ് ഇവിടെ നമ്മള് 2 ബൈക്ക് എടുത്ത് ആലപ്പുഴ അല്ല മലപ്പുറം പോയില്ലേ അന്ന് അമ്മേനെ കൂട്ടിയിട്ട്. അന്ന് ഞാൻ ആ ചുരത്തിലൂടെ ഓവർടേക്ക് വന്നപ്പോ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാണ്ട് ഞാൻ ബാക്കോട്ട് വലിച്ചല്ലോ. അപ്പൊ അന്ന് ആ ഒരു വീഡിയോ ഇട്ടപ്പോ അതിൽ കുറെ പേരിട്ട കമന്റ് എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാനും ഇതിന്റെ ഒരു ഇതാണ്. അതായത് ഈ കൊള്ളില്ലാത്തതിന്റെ ഒരു, അതായത് സിസ്റ്റം എന്താ പറയുക കൃത്യമല്ലാത്തതിന്റെ ഒരു തെളിവാണ് ഞാൻ. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതില് അറിയാണ്ട് നമ്മള് ലംഘിച്ചു പോവാൻ അതെ, അതായത് നമുക്ക് നിർബന്ധിതരാകുവാണ്. അതായത് തീയില് ചൂടുണ്ട്, കൈ പൊള്ളൂന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ തൊട്ട് നോക്കണം, അല്ലെങ്കിൽ അതിന്റെ അടുത്തെങ്കിലും കൊണ്ടുപോകണം. അല്ലാണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് തീ ചൂടാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, അന്ന് ഞാൻ ഓവർടേക്ക് ചെയ്തില്ല. ഓക്കെ, അന്ന് അതിനകത്ത് കുറെ പേര് കമന്റ് ഇട്ടൊരു കാര്യമുണ്ട്. അതായത് സെന്ററിലെ ലൈന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല, സെന്ററിലെ ലൈൻ സ്ട്രെയിറ്റ് ആയിരുന്നു. അങ്ങനെയുള്ള ലൈനിൽ ഒരിക്കലും എന്ത് ചെയ്ത് ഓവർടേക്ക് ചെയ്തത്, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിരിക്കും. എനിക്ക് സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് അതിന് മുമ്പ് വലിയ കാര്യം എനിക്കറിയില്ലായിരുന്നു. അതാണ് ഞാൻ പറയാം. അപ്പൊ ഞാൻ അപ്പോഴാണ് അത് പഠിച്ചത്. ഇത്രയും കൊല്ലം ഞാനിപ്പോ എനിക്ക് എത്ര ആ വീഡിയോയില് വേറൊരു കാര്യമുണ്ട്. ഈ വര എപ്പോഴാ ബ്രേക്ക് ആതിരിക്കുന്ന നേരെ വരയ്ക്കുന്നതെന്നറിയോ? വളവുകളിലായിരിക്കും. വളവുകളിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യരുത്. നീ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം, നീ വളവിലോട്ട് കേറുന്ന വഴിയായിരുന്നു. ഒരു തിരിയുന്നതിന്റെ ഇടയിലായിരുന്നു ആ വഴി. നീ ആ വീഡിയോയുടെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ മുറിച്ച വരകൾ കഴിഞ്ഞിട്ട് നീ കേറായിരുന്നാണ് എന്റെ ഓർമ്മ. ഈ വളവിലോട്ട് കേറുന്ന വഴിക്കായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ചെയ്യാൻ പാടുമോ? കാരണം അവരായിട്ടുള്ള ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എത്ര പേരുണ്ട്. വേറെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, ഇപ്പൊ ചില സമയത്ത് നമുക്കിപ്പോൾ ഈ വര ഇതാണെന്ന് പറഞ്ഞാലും മുന്നിലെ വണ്ടി ഉണ്ട്, നമുക്ക് അപ്പുറത്തേക്ക് വഴി കാണാം, വണ്ടികളൊന്നും ഇല്ലാന്ന് നമുക്ക് 100% ഉറപ്പാണെങ്കിൽ നമുക്ക് കയറിക്കൂടെ? അത് പറ്റും. അത് പറ്റും. അതോ നമ്മൾ അപ്പോഴും വണ്ടിയുടെ പുറകെ പോകുന്നത് എന്നാണോ നമ്മൾ നിയമം പാലിക്കുന്നതാണ്? അത് നിയമം നമ്മൾ പാലിക്കുന്നത് അതൊരു മണ്ടത്തരമാവില്ലേ? അതായത് എനിക്ക് പലപ്പോഴും ഞാൻ പൊതുവെ കാറിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതായത് ഞാനിപ്പോഴും എൻ്റെ മനസ്സിലുള്ള ധാരണ ഞാനോട് പറഞ്ഞിട്ടില്ലേ, അതായത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ അത്രയും ദൂരം ഞാൻ മുന്നിൽ കണ്ടാലാണ് കിട്ടിയാലേ ഞാൻ ഏത് ഓവർടേക്ക് ഉള്ളൂ. പിന്നെയും ഇച്ചിരി റിസ്ക് എടുത്ത് കയറുന്നത് ബൈക്കിലായിരിക്കും. ബൈക്കാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കയറ്റാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ മൈൻഡ് ഫുള്ള് സ്ലിപ്പായി പോവാണല്ലോ. നമ്മളെന്താ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്? അതായത് വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ അതായത് അതായത് വണ്ടി കാണുന്ന കാര്യം. ഓക്കെ, നമ്മളൊക്കെ അപ്പോൾ വണ്ടിയെ കാണുന്ന അത് വളവ്, അതായത് അങ്ങനത്തെ വളവ് ചുരുക്കമായിരിക്കും. അതായത് 2 വളവൊക്കെ ഒരുമിച്ച് വന്നാലാണ് അങ്ങനത്തെ നമുക്ക് ദൂരം കാണാം. അല്ലെങ്കിൽ വലിയ തിരിവായിരിക്കണം. അതായത് ഗ്രാജുവൽ ആയിട്ടുള്ള തിരിവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബീനാച്ചുള്ള വഴി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. 2-3 വളവ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മുന്നിലേക്ക് കാണാൻ പറ്റും വണ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതുമല്ല, അത് അത്യാവശ്യം നല്ല വീതിയിലുള്ള വളവുകളാണ്. അപ്പോൾ നമുക്ക് ഒരു വളവ് കയറുമ്പോഴേക്കും, അതും മാത്രമല്ല റോഡിനും വീതിയുണ്ട്, അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്ത സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് വണ്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറുന്നത് തെറ്റാണോ? അതിന് നമ്മൾ എത്ര മറ്റേ നിയമം പാലിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മുന്നിലൊരു ഹെവി ലോഡും കൊണ്ട് പോകുന്ന വണ്ടി, ആ വണ്ടിക്ക് ഒരിക്കലും പാഞ്ഞ് കയറാൻ പറ്റുമല്ലോ. അവർ ഒരു മിനിമം സ്പേസിലായിരിക്കും പോകുന്നത്. നമ്മളപ്പോൾ ഈ നിയമം പാലിച്ച് ഈ വര മുറിച്ച് കിടക്കരുത് എന്ന് മനസ്സിൽ കണ്ട് മുന്നോട്ട് അതിൻ്റെ പുറകിൽ ഇരിക്കുന്നതാണോ? അതോ നമ്മൾ കുറച്ച് സൈഡിലോട്ടായി 100% എനിക്ക് കയറാൻ, ഇപ്പം ഞാൻ പറഞ്ഞ രീതിക്കാണ്, ആ വണ്ടിയുടെ അത്ര ഗ്യാപ്പ് ഉണ്ട്, ഓവർടേക്ക് ചെയ്ത് കയറാൻ വണ്ടി ഇതുണ്ട്, മുന്നിലെ വണ്ടി സ്പീഡ് കുറവാണ്, അപ്പോൾ ഞാനത് ഓവർടേക്ക് ചെയ്ത് കയറാം, അപ്പോൾ അതൊരു നിയമലംഘനം ആയിരിക്കുമോ? അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു നിയമലംഘനം. കാരണം അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇതേ ലോജിക്കാണ് ഞാൻ മറ്റേ രീതി ചിന്തിച്ചത്. പക്ഷേ ഇത് എപ്പോഴാണെന്നറിയാം, ഞാൻ ഈ സംഭവം ഞാൻ ഇത് ഓവർടേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു. ഞാൻ നോക്കുമ്പോൾ ആ റോഡിൻ്റെ, അതായത് നമ്മുടെ ഇവിടെ ആ റോഡിൻ്റെ 2.5 കഷ്ണമുണ്ട്. അതായത് ആ വെള്ളവര ഉള്ള ഒരു ലൈനിൻ്റെ പകുതി വീതിയുണ്ട് ഇപ്പുറ സൈഡിൽ. ഞാൻ ഓവർടേക്ക് ചെയ്യുന്നത് ആ വെള്ളവരയുടെ ഇപ്പുറത്തൂടെയാണ് കയറുന്നത്. ഞാൻ അതായത് വെള്ളവര വരച്ചതിൻ്റെ ഉള്ളില് സ്പേസ് കണ്ടിട്ടാണ് ഞാൻ കയറുന്നത്. ആ ലോറി പോകുന്നത്
അത്യാവശ്യം നല്ല ഒരു 10-60 കിലോമീറ്റർ സ്പീഡിലായിരിക്കണം. കാരണം അയാൾക്ക് എന്നെ കണ്ണാടി കാണാൻ എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ആ പുള്ളിയുടെ ബ്ലൈൻഡ് സ്പോട്ടിലല്ല, ലോറിയുടെ അടുത്തല്ല എവിടെയും. കാരണം എനിക്കറിയാം ലോറിയുടെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെപ്പോഴും വെട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം എനിക്ക് അനുഭവം ഉള്ളതാണ്. പണ്ട് ഞാൻ ആദ്യമായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ വണ്ടി പോയിട്ട് ഞാൻ അതിനെ ലോറിയോട് ചേർന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ഇവർ ആ വണ്ടി ഏതോ വണ്ടി ഓവർടേക്ക്, അതായത് മുന്നിലത്തെ വണ്ടി ഓവർടേക്ക് ചെയ്യായിരുന്നു. അതെനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവരെന്നെ കണ്ടുമില്ല, ഞാൻ അവരുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ വെട്ടിച്ച് നേരെ അപ്പുറത്തെ ലൈനിലോട്ട്, അതായത് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ലൈനിലേക്ക് ചാടി ഒരു ഫ്ലാറ്റിനെയോ ഏതോ ഒരു ചെറിയ വണ്ടിക്കാരൻ എൻ്റെ നേരെ വന്ന്, അന്നാണ് ഈ വണ്ടി കിട്ടിയ സമയം ബ്രേക്ക് പിടിച്ച് നിർത്താനോ സ്ലോ ആക്കാനുള്ള മാനുവലിൻ്റെ ഒരു മൊന്നിൽ അയാൾ എന്തോ അതിന് കെട്ടിച്ച് പോയി എന്നെ 4 തെറിയും പറ്റിട്ട് പോയി. ഞാൻ വിറച്ച് കുത്തിയിട്ട് പോയതല്ലാണ്ട് അപ്പം എനിക്കറിയാം ഇത് ചെയ്യുന്നത് ശരിയല്ല. ഞാനപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടോണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഇത് പറയുന്നത് നമ്മൾ ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യരുതെന്ന് പണ്ടേ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നോണ്ട് വേറൊരു കാര്യം കൂടി ചിന്തിക്കാനുണ്ട്. അതായത് ആ ഒരു സ്പേസ് എന്തിനുള്ളതാന്നുള്ളത് നമ്മൾ എടുക്കണം. ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാനുള്ളതല്ല, എമർജൻസി വന്ന വണ്ടി നിർത്താനുള്ള സ്പേസ് ആണത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത ചോദ്യം ഇതാണ്, അങ്ങനത്തെ ഒരു സ്പേസിലൂടെ ഞാൻ വണ്ടി ഓടിക്കുന്നത് ശരിയാണോ? അതും ഒരു ചോദ്യമാണ്. പിന്നെ വേറെയും കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഈ 2 വീലറുകളെല്ലാം അല്ലേ ആ വഴി കൂടിയാണ് പോകുന്നത്. അതിന്റെ കാരണം ഇതാണ് പറഞ്ഞ, അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന് കുട്ടികൾ. അതായത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു ഫാമിലി വിദേശത്താണ്, എവിടെയാണ്, കാനഡയിലാണ്. അപ്പൊ അവിടെ പുള്ളിയുടെ കൊച്ച് നമ്മുടെ നഴ്സറിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നഴ്സറിയിൽ പഠിക്കുമ്പോൾ തന്നെ അവർക്കുള്ള കളി, അവർ ഫുള്ള് കളിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ കളി എന്താണെന്നറിയോ, അവരിങ്ങനെ ഒരു കാറിന്റെ ഒരു കാർ ഉണ്ടാവും, ഒരു കുഞ്ഞു കാറ്, അതിങ്ങനെ ഓടിക്കും. അത് അവരിങ്ങനെ ചവിട്ടി ഇങ്ങനെ ആ കാലും കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു പോകും. എന്നിട്ട് തൊട്ടടുത്ത് മറ്റേ റെഡ് ലൈറ്റ് ഒക്കെ ഉണ്ടാവും, റെഡ് ഗ്രീന് യെല്ലോ ഉണ്ടാവും. അപ്പൊ റെഡ് വന്നു കഴിഞ്ഞാൽ നിർത്തണം. അതായത് ആ ചെറു പ്രായത്തിലെ കളികളിലൂടെ അവർക്ക് അതിന്റെ ഒരു ബോധം ഉണ്ടാക്കുകയാണ്. ആ ബേസിക് മാനേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ബേസിക് മാനേഴ്സ് മാത്രമല്ല, ബേസിക് നോളജ് ഒരു ഇതിൽ ഇതൊക്കെ നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ 7ാം ക്ലാസ് 10ാം ക്ലാസ്സിലെങ്കിൽ ഈ വണ്ടികളെ കുറിച്ച്, വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഇവിടെ വണ്ടികൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് തന്നെ, അതായത് ഒരു ഗതി ഇല്ലാണ്ട് തന്നെ പഠിച്ച 8ാം ക്ലാസ് 2ാം ക്ലാസ് ഗുസ്തിയായിട്ട് പഠിച്ച ആൾക്കാരോ, അല്ലെങ്കിൽ ഈ ലോകത്തെല്ലാം വെറുത്ത് ആർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കാൻ. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമെങ്കിലും നമുക്ക് ചെറുപ്പം തൊട്ടേ കിട്ടണം. അത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ലോകത്ത് വണ്ടി ഇല്ലാണ്ട് ആരും ജീവിക്കുന്നില്ല, പഴയ പോലെയല്ല. നമ്മൾ ആ ചിന്താഗതിയൊക്കെ മാറണം. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ലോൺ എടുത്ത് ചെറിയ ബൈക്കെങ്കിലും വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു വണ്ടി വാങ്ങിച്ച് ആദ്യമായിട്ട് നമ്മുടെ റോഡിലേക്ക്, ഇങ്ങനത്തെ ഒരു റോഡിലേക്ക് മൊത്തം പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന അതായത് മൊത്തം അൺസിവിലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ റോഡിലേക്ക് വരുമ്പോൾ അവനും എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അങ്ങ് അകപ്പെട്ടു പോവാണ്. അങ്ങനെ അല്ലാതെ അങ്ങനെ പുതുതായിട്ട് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും എന്താ പറയുക, ഇതിൻ്റെ ഒരു അവബോധം കൊടുത്ത് ഇതിൽ നിന്ന് മാറി ഇവരെ നിർത്തിയാൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക് വരുമ്പോഴേക്കെങ്കിലും ഇത് റെഡി ആവത്തുള്ളൂ. ബാംഗ്ലൂര് ഞാൻ പോയി, ബൈക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഹൈവേ, നൈസ് റോഡ് എന്ന് പറയുന്നത്, അവിടുത്തെ ഹൈവേയില് ബൈക്കുകൾക്ക് മാത്രം സ്പെസിഫിക് ലൈൻ ഉണ്ട്, അതിൽ മാത്രമേ ബൈക്ക് പോകാൻ പാടുള്ളൂ. ഇതേപോലത്തെ സൈഡ് നേരത്തെ പറഞ്ഞില്ല, അതേപോലത്തെ വണ്ടി പാർക്ക് ചെയ്യാനല്ല, ബൈക്കുകൾക്ക് പോകാൻ വേണ്ടി മാത്രം. അതിൽ 80 കിലോമീറ്ററിൽ ബൈക്കുകൾക്ക് പോവാം, ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. വേറെ ഇതുണ്ടോ, മറ്റേ വേറെ ലൈൻ ഉണ്ട്, ആംബുലൻസിന് ലൈൻ ഉണ്ടോ? അവിടെ ആംബുലൻസിന് ലൈൻ ഇല്ല, ഇതിന് ലൈൻ ഉണ്ട്. ബൈക്കുകൾക്ക് മാത്രം പോവാൻ. ഈ ലൈനിന് അല്ലല്ല, അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ബൈക്കുകൾക്ക് പോകണം 80. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടെ നോക്കി ഇപ്പൊ എന്താണ് നിയമം പുതിയത് വന്നു, തീരദേശം അത്ര നമ്മൾ ഒരു വട്ടെങ്കിലും ഞാൻ ഇന്നലെ മറ്റേ സ്റ്റോറി ഇട്ടില്ല, പറയാൻ വേണ്ടി. അതായത് നമ്മുടെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അതുവരെ ബൈക്കുകളിൽ പോകുന്ന കാര്യം ഞാൻ വിചാരിച്ചു ഈ ഹൈവേയിൽ പാഞ്ഞു പോകുന്ന വലിയ വണ്ടികളായിരിക്കും, അതുകൊണ്ട് ബൈക്ക് പോകണ്ട. പക്ഷെ ആ വീഡിയോയിൽ അവൻ പ്രത്യേക ഒരു കാരണം പറഞ്ഞായിരുന്നു, 350 cc ഉള്ള വണ്ടികൾ ഇത്ര പതുക്കെയും മറ്റേ സർവീസ് റോഡിൽ കൂടെ കയറി ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കേടാണ്. അത് മാത്രമല്ല, അതായത് ബൈക്ക് എന്ന് പറയുമ്പോൾ ഈ 360 cc മുകളിലേക്ക് പോകുമ്പോഴേക്കും മറ്റേ 600-500 cc ഉള്ള വണ്ടികളോട് പോകുന്ന സമയത്ത് വണ്ടി ഹീറ്റായിട്ട്
വണ്ടിക്ക് എന്തൊരു പ്രശ്നം, വണ്ടിക്ക് ആ വണ്ടി അതിന്റെ പൊട്ടൻഷ്യലിൽ ഓടൂല. നമുക്ക് മറ്റേ ഒന്നാമത്തെ കാര്യം മര്യാദയ്ക്ക് സ്പീഡിൽ നമുക്കൊരു സ്ഥലത്തെത്താൻ പറ്റൂല. മറ്റേ എണ്ണച്ചെലവ്, പിന്നെ ക്ഷീണം, ഈ ചൂട് ഇത് അടിച്ച് പതുക്കെ പോയിട്ട് ക്ഷീണം, ഇതെല്ലാം കൂടി ആയിട്ട്. ഇതൊന്നുമല്ല, ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇത്രേ ഉള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള 2 വീലറാണ്. ഹൈവേയിലൂടെ ഒരു ദിവസം എത്ര 2 വീലർ പോകും? ഈ എല്ലാ 2 വീലറും കൂടെ ആ ചെറിയ സർവീസ് റോഡിലേക്ക് കയറ്റി വിട്ടാനുള്ള ഒരു അവസ്ഥ ആലോചിക്കുക. അതെന്ത് ബ്ലോക്ക് ആയിരിക്കും മിക്കവാറും ഇപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിന്റെ മറ്റേ KSRTCക്ക് ഫ്രീ കൊടുത്ത അവസ്ഥയായിരിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ പ്രശ്നം വരുമ്പോഴായിരിക്കും ഇവരെ മനസ്സിലാക്കുക. നമ്മുടെ ആൾക്കാര് ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഇതിനു വേണ്ടി ശരിക്കും അവൻ പറഞ്ഞ ഒരു കാര്യം വളരെ, അതായത് ഒരു 150 അല്ലെങ്കിൽ 300 cc താഴെയുള്ളവർക്ക് ഒന്നാമത്തെ കാര്യം ടാക്സ് കൂടുതൽ വാങ്ങുന്ന സ്ഥിതിക്ക് അവർക്ക് ഒരു ചെറിയ ലൈൻ മാറ്റി വെക്കുക. ഹൈവേക്ക് വേണ്ടിയിട്ട് ചെറിയ ലൈൻ അവർക്ക് പോകാൻ വേണ്ടി മാറ്റി വെക്കുക. കാരണം ഈ 350 cc വണ്ടികളെല്ലാം കുറഞ്ഞത് ഒരു 80 km സ്പീഡിൽ സുഖമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. ആ വണ്ടികൾക്ക് ഒരു ചെറിയ ലൈൻ, ഒരു ഫുൾ കാറിൻ്റെ ലൈനൊന്നും ആവശ്യമില്ല. ഈ വണ്ടിക്ക് പോകാനായിട്ട് ഒരു ഫുൾ കാറിൻ്റെ ലൈനൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഉള്ള ആ ഒരു ലൈൻ കുറച്ചൊരു 2 അടി ഇങ്ങോട്ട് നീ വരച്ചു കഴിഞ്ഞാൽ മറ്റേതിനുമായി വണ്ടിക്ക് പോകാനുള്ള ഇതുമായി. പക്ഷെ അവിടുത്തെ ചോദ്യം ഇതാണ്, ഒരു ബൈക്ക് കയറ്റി ഹൈവേയിൽ വിട്ട് കഴിഞ്ഞാൽ എത്ര പേര് മര്യാദ ലൈൻ കീപ്പ് ചെയ്ത് പോകും? പക്ഷെ അതിന് ഇതാണ് വിഷയം. അപ്പോൾ ഇതിനെ നമ്മൾ മറ്റേ ആദ്യമേ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനും തെറ്റിക്കുന്ന എല്ലാത്തിനും ഫൈൻ കൊടുക്കുക. ആ ലൈനിൽ കൂടെ പോകുന്നവർ മാത്രം പോയാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രശ്നം ഇത് മാത്രമല്ല, ഇങ്ങനത്തെ ഈ എന്താ പറയുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമല്ല. ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ എടുക്കുക. നമ്മളൊരു റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വയനാട്ടിലധികം ഈ സാധനം ഇല്ല. നമുക്കിത് കാണുന്ന കോഴിക്കോട് ബാംഗ്ലൂർ പോകുമ്പോൾ റെഡ് ലൈറ്റിന്റെ അടുത്ത് യെല്ലോ കത്തിക്കാൻ, അടുത്ത റെഡാണ്, യെല്ലോ കത്തിക്കുമ്പോഴത്തേക്ക് എനിക്ക് ത്വര കയറി നിർത്താൻ തോന്നൂല, വേഗം വിട്ടു പോകാനേ തോന്നത്തുള്ളൂ. അതൊരു ശരിയായ മാനേഴ്സ് അല്ല, അപകടം കൂട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഞാൻ പഠിച്ചത്, ബാക്കിയുള്ളവർ അതാണ് ചെയ്യുന്നത്. അവരെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ അപ്പോഴേക്കും പുറകിലുള്ള ആൾക്കാർ ഹോണടിയാണ്. അടുത്തത് ഒരു ട്രാഫിക് ലൈറ്റിൽ നിർത്തിയിടുമ്പോൾ ഹോൺ അടിക്കുക. എന്ത് ലോജിക്കുള്ള? എമർജൻസിക്ക് വരുന്നവരെ വിട്, അവർ എമർജൻസിയാണ്, അത് നമുക്ക് മാനിക്കാം. അല്ലാണ്ട് വെറുതെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ഹോൺ അടിച്ചോണ്ട് നമ്മൾ അനങ്ങി ഫ്രണ്ടിലുള്ളവരാണെങ്കിൽ നമുക്ക് അനങ്ങാൻ പറ്റത്തുള്ളൂ. മറ്റേ ബാംഗ്ലൂർ അല്ല മുംബൈയിലാണോ ഡൽഹിയിലാണോ എന്നറിയില്ല, ഇവര് ട്രാഫിക് ലൈറ്റിൽ ഇങ്ങനെ ബ്ലോക്കിൽ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ, ഹോൺ അടിച്ച ആൾക്കാർ ഒച്ചപ്പാടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്ത് ഇവർ ഹോൺ അടിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഈ സമയം പിന്നെയും കൂടും. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PPID നിർന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ അടിച്ചോണ്ടിരുന്ന ഒരാളാണ്, അപ്പൊ ഞാനിത് പേടിച്ച് നിർത്തി, എനിക്ക് പോണം, ഫോൺ അടിച്ചിട്ട് കാര്യമില്ല, ആൾക്കാർ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അടിച്ചില്ല, അപ്പൊ ഞാൻ പിടിച്ചു നിർത്തി, നീ അടിക്കുക. അപ്പൊ എന്താ, നിന്റെ ഉത്തരവാദിത്തം എന്റെ കടമയായി, എനിക്ക് പോകേണ്ട കാര്യം നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നിന്നെ ഞാൻ ചോദ്യം ചെയ്യണം. അപ്പൊ എന്താ, നാട്ടുകാരെ ഇടപെട്ട് വേറെ വിഷയം. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് അതായത് സ്വന്തം മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം ആശ്രയിച്ച് നിൽക്കണം. ഒരാൾ ഓൺ അടിച്ച് എല്ലാരും വെയിറ്റ് ചെയ്യണം, അതേപോലെ ശിക്ഷകൾ നൽകണം. മനസ്സിലായോ? അപ്പോൾ ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകും. അതായത് ബാക്കിയുള്ള എല്ലാവരും ഒരാളുടെ ഇതിന് ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഗവൺമെൻറ് എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോൾ വിഷയം, പക്ഷെ നമ്മുടെ പൊതുജനങ്ങളുടെ കാര്യം ഇപ്പോൾ പരസ്പരം കുറേയൊക്കെ നമ്മൾ തന്നെ ഒരു ഇതിൽ നിൽക്കണ്ടേ, നമ്മൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഇതായി അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണേ, നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല, പക്ഷെ മറ്റുള്ളവരുടെ ഒരു ഇതിൽ നമ്മൾ ഇടപെടണം. എന്നാലാണ് മറ്റുള്ളവർക്ക് ഒരു ഉത്തരവാദിത്വം, അല്ലെ ആ നിയമങ്ങൾ പാലിക്കാനൊരു ഇതുണ്ടാവുള്ളൂ. നമ്മളല്ലേ ചോദ്യം ചെയ്യണം. ഇതേപോലത്തെ സിസ്റ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ ജനങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ വിഷയമാകും. അതിലും നല്ല ഇതേപോലത്തെ സ്മാർട്ടുള്ള സിസ്റ്റം കൊണ്ടുവരണം. ഫോൺ അടിച്ചാൽ വെയിറ്റ് ചെയ്യുക, അല്ല ഇപ്പോൾ ഇതേപോലെ ലൈൻ ഇതാക്കിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ആദ്യത്തെ കുറച്ച് പേർക്ക് വലിയ ഫൈൻ അടിച്ചു കൊടുക്കുക. അതായത് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നത് 10,000-10,000 രൂപ ഫൈൻ അടിച്ചു കൊടുക്കുക. അപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പേടി ഉണ്ടായാൽ മതി. ഇത് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ആൾക്കാർ ഇതാവും. ഒരു 10 പേര് നേരെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പുറകെ വന്നോളൂ. പിന്നത്തെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ കുറച്ച് പേരെ നേരെയാക്കിയാൽ മാത്രം മതി, ബാക്കിയുള്ളവർ കൃത്യമായിട്ട് ആ ലൈനിൽ പോയിക്കോളും. അല്ലെങ്കിൽ ഇതേപോലെ ലൈൻ തെറ്റിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ സിഗ്നൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണം. അവിടെ വിടരുത്.
അങ്ങനത്തെ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇതാവും. എന്നിട്ടല്ല ഇങ്ങനെ തെറ്റിക്കുന്ന ആൾക്കാരുടെ നമ്പർ സാധനങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേറെ എന്തെങ്കിലും സിസ്റ്റം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വേണം. ഏത് പക്ഷേ ഇതിൻ്റെ വേറെ കുഴപ്പം എന്താണ്, ഇപ്പം ചിന്തിച്ചപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും ഇത് വെറുപ്പ് തോന്നി കഴിഞ്ഞാൽ വെറുതെ ആരെങ്കിലും കട്ട് ചെയ്ത് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാം. അത് വേറെ ഇത്. പക്ഷെ എന്നാലും ഇതേപോലത്തെ എന്തെങ്കിലും സ്മാർട്ടായിട്ടുള്ള സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നിയമങ്ങൾ പാലിപ്പിക്കാൻ പറ്റും. അത് ഇതാവും. പക്ഷെ ഇതാണ് ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഈ ഹോണിന്റെ ഒക്കെ കാര്യത്തില്, അതായത് ആ മറ്റേ പറഞ്ഞല്ലോ സമയം കൂട്ടുന്നുള്ള, അതിന്റെ ഒരു പ്രശ്നം ഇതാണ്. ഇപ്പൊ ഒരുത്തൻ അവന്റെ ഇത് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോ തൊട്ടിപ്പറയുന്ന ഒരു ഇതായിട്ടുള്ള പക്ഷെ അത് നിന്നാണ് അതിന്റെ കുറഞ്ഞു. അന്ന് ഞാനൊരു ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ടിടത്തോളം ഇനിയിപ്പോ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നല്ല അവയർനെസ് കൊടുക്കുക. പുതിയ തലമുറയിൽ വരുന്നവർക്ക് ചെറുപ്രായം തൊട്ട് സ്കൂളിൽ വിദ്യാഭ്യാസത്തിൽ ഇത് ഉൾപ്പെടുത്തുക. അതായത് കുറച്ചു കാലം മുമ്പ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഒന്നും കൊടുക്കില്ലായിരുന്നു. ഇപ്പൊ അത് കൊടുക്കാൻ തുടങ്ങി. അതേപോലെ ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സിവിക് സെൻസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രൈവിങ്ങിന്റെ ഇതിൽ കുറെ സെൻസിബിൾ ആയിട്ടുള്ള കുറെ ഇത്, ഡ്രൈവിങ്ങിന്റെ മാത്രമല്ല നമ്മൾ മൊത്തത്തില് ഒരു മനുഷ്യൻ എന്ന നിലയിൽ വേണ്ട അടിസ്ഥാനമായിട്ടുള്ള എല്ലാ പൊതുബോധം പിള്ളേർക്ക് ചെറുപ്പത്തിലെ ഞാൻ പറയുമ്പോ അടിച്ച് പഠിപ്പിക്കണം. എന്നാലാണ് വലുതാകുമ്പോ അത് മറക്കാതിരിക്കും. അത് നമ്മുടെ അടിച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ അടി കൊടുത്ത് പഠിപ്പിക്കണം എന്നല്ല, നിർബന്ധമായിട്ടും പഠിപ്പിക്കണം എന്നാണ്. അതായത് പിള്ളേരെ ഏറ്റവും എന്താണ് അവർ ഏറ്റവും കൂടുതൽ ഇതാക്കുന്ന സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കരിക്കുലത്തിൽ, അതായത് ഇതിനകത്ത് പാഠപുസ്തകത്തിനകത്ത് ഈ സംഭവങ്ങൾ ആഡ് ചെയ്യുക. ഇതിനെക്കുറിച്ച് അതിൻ്റെ അവബോധം ഉണ്ടാക്കുക. എല്ലാവരും ഇതായി ട്രെയിൻ ചെയ്യിപ്പിക്കുക പിള്ളേരെ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതായത് ഈ ഒരു ഇത്രയുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് വരെയുള്ള കുറച്ചുണ്ട് നല്ല ചെയ്യുന്ന, നല്ല വൃത്തിക്ക് ഓടിക്കുന്നവർ, നല്ല ഇതായിട്ടുള്ളവരുണ്ട്. പക്ഷേ അത് മാത്രം പോരാ. എല്ലാവരും നല്ലോണം വളരണം, നല്ല രീതിക്ക് ഓടിച്ചാലേ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ തലമുറയിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാണ്ടൊക്കെ അവയർനെസ് കൊടുക്കുക. നമ്മുടെ ലൈസൻസ് എടുക്കുന്ന സിസ്റ്റം തന്നെ മാറ്റുക. അതായത് കുറച്ചും കൂടെ ആൾക്കാരെ കുറച്ചും കൂടെ എളുപ്പകരമല്ല, കുറച്ചും കൂടെ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നീണ്ടുപോകും. അത് പോട്ടെ. കുറച്ചും കൂടെ എന്താ പറയുക, ആൾക്കാർക്ക് എഫേർട്ട് എടുക്കേണ്ട രീതിയിൽ, എഫേർട്ട് എടുത്താലേ ലൈസൻസ് കിട്ടും എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുക. നമ്മുടെ കരിക്കുലത്തിനകത്ത് ഇതാക്കുക. അതായത് പുതിയ വരുന്ന തലമുറയ്ക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കൊടുക്കുക. എന്തായാലും ഈ രീതിയിൽ ഓടിക്കുന്ന ആൾക്കാരെ മുൻ തലമുറ നമുക്ക് പറഞ്ഞ് നന്നാക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഏറ്റവും എളുപ്പം ഉള്ള കാര്യം അവരെ അറിയിക്കുക എന്നുള്ളത് നമുക്ക് പറ്റും. അതെ, അതിലും നല്ല. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചു കാലം കഴിയുമ്പോൾ വണ്ടി ഓടിക്കലൊക്കെ നിർത്തുമ്പോൾ അതൊക്കെ നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ ചെറിയ പിള്ളേരെ, ചെറിയ തലമുറയെ, അതായത് വളർന്നു വരുന്ന ഇപ്പം നമ്മുടെ ഭാഗത്തേക്ക് എത്തേണ്ട ആൾക്കാരെ ഇതേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ് നല്ല കാര്യങ്ങൾ, നല്ല എന്താ പറയുക, പൊതുബോധം ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ പിള്ളേരെ പഠിപ്പിച്ച് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു റോട്ടിൽ എങ്ങനെ പെരുമാറണം, മറ്റുള്ള ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലുള്ള നല്ല ശീലങ്ങളൊക്കെ പഠിഞ്ഞു കൊടുത്ത് അവർക്കത് അവരുടെ ഒരു നോർമലാക്കി അത് മാറ്റണം. ഇതാണ് യാഥാർത്ഥ്യം എന്ന് അവർക്ക് മനസ്സിലാവും. അല്ലാതെ ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഹോൺ അടിക്കാണ്ട് ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രാഫിക് ജാമിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുക, ബ്ലോക്ക് കാണുമ്പോൾ ബ്ലോക്ക് കണ്ടിട്ടും പിന്നെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിയില്ലായ്മയ്ക്ക് വളം വെച്ച് കൊടുക്കാതെ അതാണ് നോർമൽ എന്ന് ചിന്തിക്കാതെ ഇതാണ് നോർമൽ എന്ന് ചിന്തിക്കണം. ട്രാഫിക്കിൻ്റെ സമയത്ത് നിശബ്ദമായിട്ട് സംയമനം പാലിച്ചിരിക്കുക. ഇപ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് സൈഡ് കൊടുക്കുക, അല്ലെങ്കിൽ അയാൾ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു ഓവർടേക്ക് ചെയ്യാതെ ഒരു അങ്ങനത്തെ ഒരു ഇത് തുടങ്ങുക. ഇപ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്യണം, അയാൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോട്ടെ. ഈ നമ്മൾ മനസ്സിലാക്കി എത്ര സ്പീഡിൽ പോയെങ്കിലും നമ്മൾ കൂടിപ്പോയി 2-3 മിനിറ്റ് സേവ് ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും നമ്മൾ നേടുന്നില്ല. അത്രയും സേവ് ചെയ്യേണ്ട ആവശ്യം ആംബുലൻസുകാർക്ക് മാത്രമേ ഉള്ളൂ. അതാണെന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര പാഞ്ഞു പോയിക്കാലും ഇത്രയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഷുമിയുടെ ഒരു പുള്ളി എപ്പോഴും പറയും, നമ്മളെപ്പോഴും ഹംബിൾ ആൻഡ് കൺസിഡറേറ്റ് ആയിട്ടുള്ള ഒരു റൈഡറായിരിക്കണം. അതായത് നമ്മൾ ക്ഷമയും അല്ലെങ്കിൽ എളിമയും മറ്റുള്ളവരോട് കരുതലുള്ളൊരു യാത്രക്കാരനായിരിക്കണം റോട്ടിൽ. എന്നാലാണ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇതെല്ലാം ഏറ്റവും സൂപ്പറായി മാറും. ക്ഷമ എന്തിനാ വേണ്ടേ? ട്രാഫിക്കിലുള്ള ക്ഷമ വേണം.
മറ്റുള്ളവർക്ക് എന്താ കരുതൽ, ഒരാൾ തിരക്ക് കാണിക്കുകയാണെങ്കിൽ അയാൾ കയറി പോയിക്കോട്ടെ. ഒന്ന് കാല് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുക, തോട്ടിൽ നിന്ന് വിട്ടാൽ മതി, വണ്ടി പുറകോട്ട് വന്നു, അവർക്ക് കയറിപ്പോയുള്ള ഗ്യാപ്പ് കിട്ടും. ഈ അരപ്പിച്ച് ഉറപ്പോണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കാര്യം. ഇടത്തോടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. എത്തിയപ്പോ നിഗമനത്തിലെത്തിയപ്പോ എൻ്റെ ഇതിൽ അല്ല, ഞാനിപ്പോൾ ചെയ്യൽ കുറവാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് അറിയാണ്ട് അതായത് വണ്ടികളെല്ലാം ആ മീഡിയൻ്റെ നടുവിലൂടെ സൈഡ് കയറുന്നതായിരിക്കും പോകുന്നത്. അപ്പോൾ നോക്കും ഇത്രയും സ്ഥലം ഇവിടെ നിൽക്കുക, അപ്പോൾ കട്ട് ചെയ്താൽ കയറി പോരാ ഒറ്റ വഴിക്ക്. ഇത്രയേ ഉള്ളൂ. ആ ത്വരേനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്ന ഇത് എല്ലാ വണ്ടികളും നിരന്ന് ഈ വഴിക്ക് പോകുമ്പോൾ എന്തിന് ഞാൻ നിൽക്കണം എന്ന് ചിന്തിച്ചു. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അവൻ എപ്പോഴും ഒരു ന്യായം ഉണ്ടാവും, അതില്ലാണ്ട് ഒരിക്കലും ചെയ്യില്ല. അപ്പൊ നമ്മളെന്താ ന്യായത്തിന്റെ പുറകെ പോവാതെ എന്താണോ കറക്റ്റ് അതിന്റെ പുറകെ പോവുക. പക്ഷെ ശരി എന്താണോ അതിന്റെ പുറകെ പോവുക, അതാണ് എപ്പോഴും നല്ലത്. ഞാൻ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരുന്നതാണ്, ഞാൻ വേറെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതാണ് എന്റെ പ്രവൃത്തി ചിലപ്പോൾ ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടിനിടയായിരിക്കാം. അപ്പം ഞാൻ വീണ്ടും പിന്നെയും ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ഈ വണ്ടികൾ ഇങ്ങനെ പുറകെ വരിവരിയായിട്ട് പോകുമ്പോൾ ഇവിടെ ഇത്രയും ഗ്യാപ്പ് കിട്ടുന്നുണ്ട്, അതെന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചു. മറ്റേ കാര്യം തന്നെ ചിന്തിക്കുക, അവിടെ അമേരിക്കയിൽ അത്രയും വലിയ ലൈൻ ഇരിക്കുമ്പോൾ ഒരാൾ പോലും എന്തുകൊണ്ടാണ് അതിൽ കയറാത്തതെന്ന് ചിന്തിക്കുക. അപ്പം ഞാൻ എൻ്റെ ശീലം മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റണം, ശീലങ്ങൾ മാറാനുള്ളതാണ്. അതെ, ശരിയല്ലെങ്കിൽ അപ്പം അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ്, ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യരുത്, സംയമനം പാലിച്ച് വണ്ടി ഓടിക്കുക, മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക, അത്രേ ഉള്ളൂ. ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലൊരു തലമുറയായിട്ട് മാറുക, മാതൃകയായിട്ട് റോട്ടിലൂടെ പോകുന്നൊരു തലമുറ. ആദ്യം നമ്മൾ മാറണം, നമ്മുടെ ഈ തലമുറ മാറണം. അതെ, ഇതൊരു ആ മാറ്റത്തിന്റെ ഒരു തുടക്കമാണല്ലോ ഇത്. നമ്മൾ തെറ്റ് മനസ്സിലാക്കി അത് മാറാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണ്. ആദ്യം തന്നെ നമുക്ക് തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തത് അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രേ ഉള്ളു കാര്യം. നല്ലൊരു റോഡ് കൾച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക, നമുക്ക് വരും തലമുറയെ ആ രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.